ഹായ്, എല്ലാവർക്കും ഫൈസൽ ബ്ലോഗറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ എഡ്യൂക്കേഷൻ, അതായത് SSLC എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ വ്യത്യസ്ത ആളുകളുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ലളിതമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം, ഏതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, എല്ലാ വിഷയങ്ങളും. ഇപ്പോൾ ഇന്ന് എൻ്റെ അതിഥി എൻ്റെ സുഹൃത്ത് അരുൺകുമാർ സാറാണ്. അരുൺ സാർ മാത്തമാറ്റിക്സിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഗണിതം മധുരം നമ്മൾ ആ രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. കണക്ക് എന്ന് പറയുന്നത് പല ആളുകളും, പ്രത്യേകിച്ചും കുട്ടികൾക്ക് എപ്പോഴും ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കണക്ക്. അപ്പോൾ ഒരു അധ്യാപകന്റെ ടാലൻറ്റ്, മികച്ച അധ്യാപകർ നമുക്കുണ്ട്. അപ്പോൾ ഗണിതം മധുരം, അപ്പം അങ്ങനെ മധുരമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, അവസാനം വരെ കാണുക. കണക്കിന് നമുക്ക് A+ എത്തണം. അരുൺ സാർ അതിനു വേണ്ട എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇടയിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. മാത്തമാറ്റിക്സ് ഈസി. അരുൺകുമാർ സാർ, ലെറ്റ് us വെൽക്കം മിസ്റ്റർ അരുൺകുമാർ. നമുക്ക് ഈ മനോഹരമായ ക്ലാസ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്തത്, അതിൻ്റെ ഫാക്കൽറ്റി നൽകിയത് ബ്രെയിനെക്സ് വേങ്ങരയുടെ ഫാക്കൽറ്റിയാണ് അരുൺ സാറ്. സാറെ വളരെ സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഫൈസൽ മാസ്റ്ററുടെ വലിയൊരു സപ്പോർട്ട് മൂലമാണ് എന്ത് ചെയ്തത് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഞാനും കുറച്ച് കാലങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. ഫൈസൽ മാസ്റ്റർ ഒരുപാട് കാര്യങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. മൂപ്പർക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു, അല്ലെങ്കിൽ ഈ വേദി എനിക്ക് കിട്ടിയത് ഞാൻ അധികം സന്തുഷ്ടനാണ്. അപ്പോൾ ഇന്ന് SSLC മാത്സ് നിങ്ങൾക്കറിയാം 80 മാർക്കിനാണ്. പരമ്പരാഗത രീതിയിലല്ല ഇപ്പോൾ എന്തുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളത്. 74 മാർക്കിനുള്ള റിട്ടൺ, അവസാനത്തെ 6 മാർക്ക് എന്ന് പറയുന്നത് IQ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ലോജിക് അനുസരിച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അത് എന്തായാലും ഏത് ഏരിയയിൽ നമുക്ക് ഗസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ആ 74 മാർക്കിൽ 8 മാർക്ക് കൺസ്ട്രക്ഷനായിരുന്നു, നിർമ്മിതികളായിരുന്നു. അതായത് നമുക്ക് 2 പാഠഭാഗങ്ങളിലാണ് നിർമ്മിതികൾ വരുന്നത്, കൺസ്ട്രക്ഷൻസ് വരുന്നത്. ഒന്ന് രണ്ടാമത്തെ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം, രണ്ടാമത്തേത് സർക്കിൾസ്, രണ്ടാമത്തേത് തൊടുവര ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. 2 പാഠങ്ങളിലുമായിട്ട് ഏകദേശം 6ഓളം കൺസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ആ ഭാഗത്തുനിന്നുള്ള മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ എന്നാൽ കഴിയുന്നത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകും. നിങ്ങൾ കൂട്ടത്തിലുള്ള ആദ്യത്തെ ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ബോർഡുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആയ ഒരു ത്രികോണം പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ ആകുന്ന രീതിയിൽ വരയ്ക്കാനാണ് ചോദ്യം. ഈ ടൈപ്പ് ഒരു ചോദ്യം നിങ്ങൾ മോഡൽ എക്സാമിന് ഫേസ് ചെയ്തതാണ് ചോദ്യം. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. നമുക്ക് ആംഗിൾസ് 50 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. അതിന്റെ സൈഡ്സ് ആൻഡ് ലെങ്ത് തന്നിട്ടില്ല. സർക്കിൾ റേഡിയസ് അത് 3 സെന്റിമീറ്റർ ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വരച്ചു. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ റഫ് ഫിഗർ വരച്ചു തുടങ്ങാം. അതായത് വരയ്ക്കാൻ പറഞ്ഞത് ഒരു ട്രയാങ്കിൾ ആണ്. സൈഡ്സിന്റെ ലെങ്ത് തന്നിട്ടില്ല, ആംഗിൾസ് ആണ് തന്നിട്ടുള്ളത്. ഒരു ആംഗിൾ 50, മറ്റൊരു 60 ആൻഡ് തേർഡ് ആംഗിൾ 70. ത്രികോണമാണ് വരയ്ക്കാൻ പറഞ്ഞത്. കോണുകൾ 50, 60, 70 ഏകദേശ ചിത്രം വരയ്ക്കുകയാണ്. മാത്രമല്ല അതിന്റെ പരിവൃത്തത്തിന്റെ ആരം അത് 3 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആശയം എന്ന് പറയുന്നത് വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് പഠിച്ചാൽ, അതായത് ഒരു ചാപത്തിന്റെ കേന്ദ്രകോണും മറുചാപത്തിലെ കോണും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കാം. അതായത് ഒരു വൃത്തത്തിൽ ഒരു ചാപം പരിഗണിക്കുന്നു. അതിന്റെ കേന്ദ്രകോണാണ് ഞാൻ ഈ അടയാളപ്പെടുത്തുന്നത്, കേന്ദ്രകോൺ. ഈ കേന്ദ്രകോണം മറുചാപത്തിലെ കോണം, ഇതാണ് അതിന്റെ മറുചാപം, ആൾട്ടർനേറ്റ് ആയിട്ട്. അപ്പോ മറുചാപത്തിലുള്ള
ഈ കോണ് തമ്മിലുള്ള ബന്ധം രണ്ട് രീതിയിൽ പറയാറുള്ളതാണ്. അതിൽ ആദ്യത്തേത് കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോണെന്നും അതല്ലെങ്കിൽ മറുചാപത്തിലെ കോണിന്റെ ഇരട്ടിയാണ് കേന്ദ്രകോണെന്നും പറയാറുണ്ട്. സെൻട്രൽ ആംഗിളിന്റെ ഹാഫാണ് ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്നും ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളിന്റെ ട്വൈസ് ആണ് സെൻട്രൽ ആംഗിൾ എന്നും പറയാറുണ്ട്. സെൻട്രൽ ആംഗിളും ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളും റിലേഷൻ സപ്പോസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സപ്പോസ് അതിന്റെ കേന്ദ്രകോൺ 100 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഹാഫ് ആണ് പകുതിയാണ് മറുചാപത്തിലെ കോൺ 50 ഡിഗ്രി. ഇത് നേരെ തിരിച്ചു പറയാം, മറുചാപത്തിലെ കോൺ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ട്വൈസ് ആണ് സെൻട്രൽ ആംഗിൾ, അത് 60 ഡിഗ്രി ആയിരിക്കും, ഇരട്ടി. എങ്കിൽ ഈ ആശയം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പുല്ലുപോലെ ചെയ്യാം. കാണിച്ചാൽ നോക്കുക, ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. ഓരോ കോണുകളായിട്ട് പരിഗണിക്കാം. ആദ്യം ഈ 50 ഡിഗ്രി കോണളവിനെ ആയിക്കോട്ടെ, ആ കോണളവ് വന്ന വഴി നോക്കുക. അപ്പൊ ഈ ചാപല്യങ്ങളെ അത് അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഈ 50. ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആണ്. അപ്പൊ ഒരു സംശയം വേണ്ട, അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 50 ട്വൈസ് 50ന്റെ ഇരട്ടിയാണ് 100. അതേപോലെ 60 ഡിഗ്രി ആംഗിൾ 60 ഡിഗ്രി കോണളവ് പരിഗണിക്കുക. അതും വന്ന വഴി നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെയുള്ള ഈ ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ്, അതിന്റെ ഇരട്ടിയാണ്, ട്വൈസ് ആണ് സെൻട്രൽ ആംഗിൾ. അപ്പോ 60 ഇരട്ടി 120 120 ഡിഗ്രി. അതേപോലെ ഈ കോണളവ് 70 ആയതുകൊണ്ട് സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ എന്ന് പറയുന്നത് 140 ഡിഗ്രി. ഇത്രയും പോലെ വരയ്ക്കാൻ തുടങ്ങാം. ആദ്യം എന്തായാലും ത്രികോണം വരയ്ക്കാൻ കഴിയില്ല, നമുക്ക് അതിന്റെ വശങ്ങൾ അറിയില്ല, സൈസ് ലെങ്ത് അറിയില്ല. അപ്പൊ ട്രയാങ്കിൾ സർക്കിൾ വരച്ചു തുടങ്ങാം. സർക്കിൾ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്, ആരം 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കോമ്പസ് ഉപയോഗിച്ച് ആദ്യം നമ്മൾ ചെയ്യണം 3 സെന്റിമീറ്റർ ആരത്തിന് ആ വൃത്തം വരയ്ക്കണം. അതിനുശേഷം കേന്ദ്രത്തിൽ ഉണ്ടാക്കാം 120 100 and 140 140 120 100 ഡിഗ്രി കോണളവുകൾ അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കാം. വളരെ എളുപ്പം. ആദ്യം ഒരു റേഡിയസ് വരയ്ക്കാം. അതിനുശേഷം പൊട്ടാക്ടറിന്റെ സഹായത്തോടു കൂടി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 120 ഡിഗ്രി കോണളവാണ്. അപ്പൊ പൊട്ടാക്ടറിൽ 120 ഡിഗ്രി കോണളവ് ഉണ്ടാക്കുന്നു. സെന്ററിൽ 120. അതിനുശേഷം ഉണ്ടാക്കുന്നത് 100 and 140 ആണ്. 100 140 പൊട്ടാക്ടറിന്റെ സഹായത്തോടു കൂടി ആദ്യം ഞാൻ 100 വരയ്ക്കുന്നുണ്ട്. ബാക്കി അളക്കേണ്ട ആവശ്യമില്ല, മൊത്തം കോണളവ് 160 ആയതുകൊണ്ട് ബാക്കിയുള്ളത് ഉറപ്പായാലും അത് 140 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ത്രികോണം കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. ഈ വെർട്ടീസസ് ജോയിൻ ചെയ്യണം. ഈ ശീർഷങ്ങളൊക്കെ തമ്മിൽ അങ്ങ് യോജിപ്പിച്ചാൽ ഇപ്പോ നമ്മളോട് ആവശ്യപ്പെട്ട ത്രികോണായി. ഒന്ന് അടിച്ചു നോക്കുക, കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ 100 ആണ്, അപ്പൊ ഇത് 50. അതേപോലെ ഇത് 120, അപ്പൊ അതിന്റെ പകുതിയാണിത് 60. ഇത് 140 ആണ്, അപ്പൊ അതിന്റെ പകുതിയാണിത് 70. ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. ഈ വൃത്തത്തിന്റെ ഈ സർക്കിൾ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. അതിനകത്ത് നമ്മൾ ത്രികോണം വരച്ചിട്ട് കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രിയാണ്. ഇനി ഇതേപോലെ കോണുകൾ എത്രയൊക്കെ മാറ്റി തന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളോട് വരയ്ക്കാൻ പറയാണ് കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി 80 ഡിഗ്രി ആയിട്ടുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഇതേപോലെ ചെയ്യണം. 40 ഇരട്ടി 80 സെന്ററിൽ ഉണ്ടാക്കേണ്ടി വരും. 60 ഇരട്ടി 120 സെന്ററിൽ കേന്ദ്രത്തിൽ ഉണ്ടാക്കേണ്ടി വരും. അതേപോലെ 80 ഇരട്ടി 160 ഡിഗ്രിയും കേന്ദ്രത്തിൽ ഉണ്ടാക്കണം. എന്നിട്ട് ഇതേപോലെ ശീർഷങ്ങളെ യോജിപ്പിക്കുകയാണെങ്കിൽ വെർട്ടിസസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യപ്പെട്ട ട്രയാങ്കിൾ ആണ്. ഇത്രയും എങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അല്ലെ, പലപ്പോഴും പരീക്ഷയ്ക്ക് കുട്ടികൾ നിങ്ങളുടെ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാറാണ്. നമുക്ക് സ്കിപ്പ് ചെയ്യാം. നോക്കാം. ചോദ്യം എങ്ങനെയാണ്? വശങ്ങൾ 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ചതുരം നിർമ്മിച്ച് അതിന് തുല്യ പരപ്പളവുള്ളതും ഒരു വശം 7 സെന്റിമീറ്റർ ആയിട്ടുള്ള മറ്റൊരു ചതുരം വരയ്ക്കാനാണ് ചോദ്യം. അതായത് ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. സൈഡ് തന്നിട്ടുണ്ട് 6 and 4. അതിനുശേഷം അതിന്റെ സെയിം ഏരിയ ഉള്ള വേറെ റെക്ടാങ്കിൾ വരയ്ക്കണം. അതിന്റെ ഒരു സൈഡ് 7 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റഫിക്ക് നോക്കാം. ആദ്യം ഒരു ചതുരം റെക്ടാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. ലെങ്ത് നീളം 6 സെന്റിമീറ്റർ ആണ്, വീതി 4 സെന്റിമീറ്റർ. ഇതിന്റെ പരപ്പളവ് ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് നീളവും വീതിയും നമ്മൾ വിളിച്ചാൽ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ പരപ്പളവ്. എങ്കിൽ ഇതിന്
തുല്യ പരപ്പളവുള്ള മറ്റൊരു ചതുരം വരയ്ക്കണം. ഒരു വശം ഏഴാണ്, റഫീഖറാണ്. ഒരു വശം ഏഴാണ്. ഇതിന്റെ പരപ്പളവ് 24 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും പലരും ആദ്യം ചിന്തിക്കുക അതിന്റെ ബ്രെഡ്ത്ത് വീതി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുകയാണ്. അതായത് 24/7 ചെയ്താൽ മതി. നമുക്ക് ഏകദേശം 3.428 സംതിങ് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടും. പക്ഷേ ഇത് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്ങനെ 3.4 വരയ്ക്കാൻ പറയുമ്പോഴത്തേക്ക് അപ്പോഴാണ് 3.428 വരയ്ക്കാൻ പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ആശയം ഉപയോഗിക്കണം. ആശയം ഇന്റർസെക്ഷൻ ഓഫ് കോഡ്സ്, ചാപങ്ങൾ അല്ലെങ്കിൽ ഞാണികളുടെ ഖണ്ഡനം എന്ന് പറയുന്ന പാഠഭാഗത്ത് പഠിച്ചൊരു കാര്യം ഞാൻ ഉപയോഗിക്കാം. നോക്കുക, അതായത് ഒരു വൃത്തം, ആ വൃത്തത്തിന്റെ 2 ഞാനുകൾ ഞാൻ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ തൽക്കാലം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. 2 ഞാനുകൾ പരസ്പരം ഗമിക്കുക. ഇതിന് AB എന്നും ഇതിന് CD എന്നും ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവിന് P എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത ഉപയോഗിച്ച് ഒരു കാര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ടാവും. ഓർമ്മ ഏതാ? AP into BP equal to CP into DP. മാർക്കറ്റ് കുറേ ആവശ്യമുണ്ട്. ഇത് വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ രണ്ടാമത്തെ സമവാക്യങ്ങളിലൊക്കെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ആശയം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് വരയ്ക്കാൻ പോകുന്നത്. അതായത് നമുക്ക് വരയ്ക്കേണ്ട ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും 6-4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാൻ ഈ വൃത്തത്തിൽ AP യുടെ നീളം 6 സെന്റിമീറ്റർ ആക്കും, BP യുടെ നീളം 4 സെന്റിമീറ്റർ ആവും. അതേപോലെ വരയ്ക്കേണ്ട രണ്ടാമത്തെ ചതുരത്തിന്റെ ഒരു വശം 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ താഴേക്ക് ഞാൻ മുകളിലേക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, സാധാരണ താഴേക്ക് ചെയ്യാറ്, ഞാൻ അങ്ങനെ ചെയ്യാണ്. അപ്പോ 6 × 4 24. അപ്പൊ 7 ഇത് എത്ര ആയിക്കോട്ടെ അത് തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് ഉറപ്പായും 24 കിട്ടും. കാരണം AP × BP equal to CP × DP. അപ്പൊ നമുക്ക് വരയ്ക്കാൻ പറ്റാത്ത നീളമാണ് ഇത്. എത്രയുള്ളത്? 3.428. നമുക്ക് അവിടെ കിട്ടുന്നത് 3.428. എങ്കിൽ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. എങ്ങനെ വരയ്ക്കണം എന്നാണ്. ചതുരത്തിൽ തുടങ്ങാം. ആദ്യം വരയ്ക്കേണ്ട ചതുരത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. വീതി 4 സെന്റിമീറ്റർ ആണ്. പ്രൊട്ടാക്ടറിന്റെ സഹായത്തോടു കൂടി 2 അരിന്റെയും ലംബങ്ങൾ വരയ്ക്കുക. അതിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ആണ്. കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്ത് ഇതേപോലെ ചാവ് വരച്ചാൽ പെട്ടെന്ന് ആ ചതുരം വരച്ചു കഴിയും. എങ്കിൽ ഇതിന് തുല്യ പരപ്പളമുള്ള മറ്റൊരു ചതുരം വരയ്ക്കണം. അതിന് നീളം, ഒരു വശത്തിന് നീളം 7 ആണെന്ന് പറഞ്ഞു. എങ്കിൽ ആ ആശയം ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഒരു വൃത്തത്തിന്റെ സഹായം, അവിടെ 2 ഞാണുകൾ ഇങ്ങനെ വേണം. ഒരു ഞാണ് 10, 6, 4, മറ്റേത് ഇത് 7 ആണ്. ഇത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3.428 ആണ്. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. എങ്കിൽ ആദ്യം ഈ 6 സെന്റിമീറ്റർ നീളത്തോടു കൂടി ഞാൻ നീട്ടി വരയ്ക്കുകയാണ്. 4 സെന്റിമീറ്റർ നീട്ടി വരയ്ക്കുകയാണ്. അതിനുശേഷം ഇതിന്റെ വീതിയോടുകൂടി നീട്ടി വരയ്ക്കുന്നത് നമുക്ക് വരയ്ക്കേണ്ട രണ്ടാമത്തെ ചതുരത്തിന്റെ ഒരു വശം. അത് 7 ആണ് തന്നിട്ടുണ്ടായിരുന്നു. 7 നീട്ടി വരയ്ക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യം ഇതേപോലെ ഒരു വൃത്തമാണ്. അതായത് ഈ 3 വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന നമുക്കൊരു സർക്കിൾ ആവശ്യമുണ്ട്. അപ്പൊ തോന്നും എങ്ങനെ ഈ സർക്കിൾ വരയ്ക്കുക? ഇതുകൂടി പാസ് ചെയ്യണം. അപ്പൊ ഓർക്കുക, എന്ത് 9ാം ക്ലാസ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സർക്കിൾ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തെ പരിവൃത്തം വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതറിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിരുന്നേ. ഇതിങ്ങനെ ജോലി ചെയ്യാം. ട്രയാങ്കിൾ ഇതിനകത്ത് സർക്കിൾ വരയ്ക്കാൻ, പരിവൃത്തം വരയ്ക്കാൻ ആദ്യം കേന്ദ്രം വേണം. കേന്ദ്രം കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും 2 വശങ്ങളുടെ സമവാക്യം വരയ്ക്കണം. ഏതെങ്കിലും 2 സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഉപയോഗിക്കാം. കോമ്പസിന്റെ സഹായം നമുക്ക് ഉപയോഗിക്കാം. ആദ്യം ഞാൻ ഈ വശത്തിന്റെ ലംബ സമവാക്യമാണ് വരയ്ക്കാൻ പോകുന്നത്. അതിന്റെ ഒരറ്റത്ത് വെച്ച് ആ വശത്തിന്റെ നീളത്തിന്റെ പകുതി അധികം എടുത്തിട്ട് 2 ഇതേപോലെ ചാർട്ട് വരയ്ക്കാം. അളവ് മാറ്റുന്നില്ല. അപ്പുറത്ത് വെച്ചിട്ട് ആ ചാവറിനെ ഗണിക്കുന്ന രീതിയിൽ വരയ്ക്കുകയാണ്. ഞാൻ ഗണിക്കുന്ന രീതിയിൽ വരച്ചാൽ ഇവ തമ്മിൽ യോജിപ്പിച്ചാൽ അതാണ് അതിന്റെ ലംബ സമവാക്യം.
ഇപ്പൊ എവിടെയോ കേന്ദ്രമുണ്ട്. കേന്ദ്രം കിട്ടണമെങ്കിൽ വേറൊരു സൈഡിന്റെ കൂടി ലംബ സമവാക്യം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഇപ്പൊ ഇനി വരയ്ക്കാൻ പോകുന്നത് ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാ. ഒരെന്തിൽ വെക്കും മോർ ദാൻ ഹാഫ് ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടെയാണ് അപ്പുറത്തും. അതേപോലെ മറ്റേ വെച്ചിട്ട് ആർസ് വരയ്ക്കുകയാണ്. ഇപ്പോ അത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പോ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന ഇതായിരിക്കും അതിന്റെ സർക്കംസെന്റർ. കാര്യങ്ങളെളുപ്പമായി. സെന്ററിൽ വെക്കുന്നു. ഒരു ശീർഷത്തേക്കുള്ള അകലം എടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ കൈ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കരുത്. കോമ്പസിനെ ഉപയോഗിച്ച് സ്കെയിലൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ടത് വരയ്ക്കണം. ഇപ്പോ ഇതാണ് ഇത് 4 6 × 4 24. ഇത് 7. ഇത് എത്രയെന്നറിയില്ല, പക്ഷെ ഉറപ്പായാലും ഈ 7ന്റെയും ഇതിന്റെയും ഗുണനഫലം എന്ന് പറയുന്നത് 24 ആയിരിക്കും. അപ്പൊ നമുക്ക് വരയ്ക്കാൻ കഴിയാത്ത ആ 3.428 ആയിരിക്കില്ല ഇവിടെ ഉള്ളത്. എങ്കിൽ ഇത് വീതിയാക്കിയിട്ട് ഇത് നീളമാക്കിയിട്ട് ഇതൊരു ചതുരം വരയ്ക്കാന്ന് പറയുന്നത്, റെക്ടാങ്കിൾ വരയ്ക്കാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ചെയ്യാൻ പോവാണ് ഞാൻ. ആദ്യം ലെങ്ത് ഓൾറെഡി ഇവിടെ ഉണ്ട്, നീളം അവിടെ ഉണ്ട്. അപ്പോൾ വീതി വേണ്ടത് 3.428 ആണ്. അപ്പൊ ആ അളവിലെ കോമ്പസ് എടുക്കുകയാണ്. അതിനുശേഷം അവിടെ നിങ്ങൾക്കൊരു ശാപം വരയ്ക്കാം. ഇപ്പോൾ ഇത് 3.428 ആണ്. അതേപോലെ ഇവിടെ അങ്ങോട്ടും ഒരു ശാപം വരയ്ക്കാം. ഇപ്പൊ ഇവിടെ ഇങ്ങോട്ടുള്ള അകലവും 3.428. ചതുരം എതിർവശങ്ങൾ തുല്യമാണ്. റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് അപ്പുറത്തെ സൈഡ് വരയ്ക്കാൻ ആ അളവ് 7 സെന്റിമീറ്റർ കോമ്പസ് എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇപ്പോ ഇതെങ്ങനെ ജോയിൻ ചെയ്താൽ നമ്മളുടെ ആവശ്യപ്പെട്ട റെക്ടാങ്കിൾ ആലോചിച്ച് നോക്കുക. ഇതിന്റെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് 6 × 4 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇപ്പൊ വരച്ചാൽ ഇതിന്റെ ലെങ്ത് 7 ആണ്. ഇതിന്റെ ഈ പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് ഉറപ്പായും 24 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 30 പ്രാവശ്യം കൂടി ചതുരം വരച്ചിട്ടുണ്ടായിരുന്നു. നീളം 6 4. ആശയം ഉപയോഗിക്കുകയാണെങ്കിൽ 6ന്റെ കൂടെ ഞാൻ 4 നീട്ടി വരച്ചു. അതിന്റെ വീതിയാണ് നീട്ടി വരച്ചത്. വരയ്ക്കേണ്ട രണ്ടാമത്തെ ചതുരത്തിന്റെ ഒരു വശം 7 സെന്റിമീറ്റർ ആണ്. താഴേക്കാണ്. മുകളിൽ നീട്ടി വരച്ചിട്ട് ഒരു കുഴപ്പമില്ല. നിങ്ങളെ ഇഷ്ടം സാധാരണ താഴേക്ക് വരയ്ക്കാറ് ഞാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഈ 3 ശീർഷങ്ങളിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ അത് ജോയിൻ ചെയ്തിട്ട് യോജിപ്പിച്ചൊരു ത്രികോണം വരച്ചത്. അതിന്റെ പരിവൃത്തമാണ്, സർക്കിളാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ വരയ്ക്കാൻ പറ്റാത്ത ആ അകലം ഇവിടെ ഉണ്ട് 3.428. അത് വീതിയാക്കിയിട്ട് ചതുരം വരച്ചു. ഇപ്പോൾ ഇതിന്റെ പരപ്പളവ് തുല്യമാണ്. ഇതായിരുന്നു നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. 6 മാർക്ക്. അപ്പോൾ ഈ മാർക്ക് കളയാതിരിക്കാം. ആ വശങ്ങളുടെ നീളം സൈഡ്സിന്റെ ലെങ്ത് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാം. ഇതൊരു 4 മാർക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്. ഇതേപോലെ ഒരു കൺസെഷൻ നമ്മുടെ എവിടെ വരുന്നുണ്ട്, ടാൻജൻസ് തൊടുവരകളിൽ വരുന്നുണ്ട്. നമുക്ക് പറയണത് അപ്പോൾ ഇതോ അതോ ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ് എന്ത് ചെയ്യണം, വരച്ച് സമയത്തിന് വേണ്ടി ചെലവഴിക്കുക. 4 മാർക്ക് കൂടുതൽ കിട്ടുന്നതല്ലേ, അത് കളയണ്ട. എങ്കിൽ മൂന്നാമത്തെ ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുന്നതാണ്. ഒരു റെക്ടാങ്കിൾ തന്നിട്ട് അതിന്റെ സെയിം ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കാം. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്. പക്ഷെ ഇതറിയാതെ അത് പറയുന്നത് അത്ര ഒരു അർത്ഥമില്ലാത്തത് കൊണ്ട് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചോദ്യം ഇങ്ങനെയാണ്: വശങ്ങളുടെ നീളം 7 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ചതുരം, ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. അതിനുശേഷം അതിന് തുല്യ പരപ്പളവുള്ള സെയിം ഏരിയയുള്ള ഒരു സമചതുര സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. വശത്തിന് നീളം തന്നിട്ടില്ല. അപ്പോ എപ്പോഴും ചെയ്യുന്നത് പോലെ ഫിഗർ ചതുരമാണ് വരയ്ക്കേണ്ടത്. നീളം 7 സെന്റിമീറ്റർ ആണ് ലെങ്ത്, വീതി 5 സെന്റിമീറ്റർ, പരപ്പളവ് 7 × 5, ഏരിയ 75 35 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോ ഇതിന്റെ സെയിം ഏരിയ ഉള്ള തുല്യ പരപ്പളവുള്ള ഒരു സമചതുര വരയ്ക്കുന്നത്, സമചതുര സ്ക്വയർ. അതിന്റെ ഏരിയ അപ്പോ 35 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു സൈഡ്, അതായത് ഒരു വശത്തിന്റെ നീളം 7 വിചാരിക്കുകയാണെങ്കിൽ പരപ്പളവ് A സ്ക്വയർ ആണ്, ഏരിയ A സ്ക്വയർ. അതാണ് 35 ആവേണ്ടത്. അപ്പൊ ഒരു സൈഡ് ഉറപ്പായാലും √35 ആയിരിക്കും. അപ്പോൾ √35 വരച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതേ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത ഉപയോഗിച്ച് തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷൻ.
ഒരു അർദ്ധവൃത്താണ്, സെമി സർക്കിൾ. അപ്പൊ ഇത് ഡയമീറ്റർ, വ്യാസം. ആ വ്യാസത്തിന് ലംബമായിട്ട് ഒരു രേഖയുണ്ടെങ്കിൽ ഇതിന് എ എന്ന് പേര് കൊടുക്കുന്നു, ഇതിന് ബി എന്ന് പേര് കൊടുക്കുന്നു, ഇതിന് സി. കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് ആ പി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയുണ്ട് ഒരു എക്സ്പ്രഷൻ. എന്താണ്? എ പി ഇൻറ്റു ബി പി ഈക്വൽ ടു സി പി സ്ക്വയർ. എ പി ഇൻറ്റു ബി പി ഈക്വൽ ടു സി പി സ്ക്വയർ. ഈ കാര്യം അറിയാമെങ്കിൽ ഇതുപോലെ വരയ്ക്കാം. എ പി 7 സെന്റിമീറ്റർ ആക്കാം, കാരണം നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ ചതുരത്തിന്റെ ഒരു വശം 7 ആണ്, മറ്റേ വശം 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സി പി സ്ക്വയർ എന്ന് പറയുന്നത് എ പി ഇൻറ്റു ബി പി, ദാറ്റ് ഈസ് 7 ഇൻറ്റു 5 35. അങ്ങനെയാണെങ്കിൽ സി പി എന്ന് പറയുന്നത് √35 ആണ്. നമുക്ക് വരയ്ക്കേണ്ട ആവശ്യം കിട്ടി. ഇത് വരയ്ക്കേണ്ടേ വേണ്ടുള്ളൂ, വരയ്ക്കാം. ചതുരമാണ് ആദ്യം വരയ്ക്കേണ്ടത്. വശങ്ങളുടെ ഓർമ്മ 7 5 വേണം വരയ്ക്കാം. ആദ്യം 7 സെന്റിമീറ്റർ നീളത്തിൽ രേഖ വരയ്ക്കുന്നു. കുറെ നേരമായി പറയുന്ന ചതുരം വരയ്ക്കുന്നത് ലംബരേഖകൾ, അതിന്റെ രണ്ടിൽ നീളം 5 സെന്റിമീറ്റർ. വളരെ എളുപ്പം സ്കെയിൽ ഉപയോഗിച്ചോ കോമ്പസ് ഉപയോഗിച്ചോ അതിന് നീളം 5 സെന്റിമീറ്റർ ആണ്. എങ്കിൽ ഇനി ഇതിന് തുല്യ പരപ്പളമുള്ള സമചതുരം വരയ്ക്കണം. ഒരു വശം √35 ആണെന്ന് മനസ്സിലാക്കി അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് 7ന്റെ കൂടെ 5 നീട്ടി വരയ്ക്കണം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചതുരത്തിന്റെ നീളത്തിനോട് കൂടി ലെങ്ത്തിന്റെ കൂടെ അതിന്റെ ബ്രെഡ്ത്ത് വീതി നീട്ടി വരയ്ക്കണം. നീട്ടി വരയ്ക്കുന്നുണ്ട്. അത് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പസിന്റെ സഹായം കിട്ടുന്നുണ്ട്. 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതേപോലൊരു അർദ്ധവൃത്തം വേണം. ഇത് ആ ലംബം വരയ്ക്കുകയാണെങ്കിൽ ഇത് 7ഉം ഇത് 5ഉം ആയതുകൊണ്ട് ഉറപ്പായും സി പിയുടെ നീളം അത് √35 സെന്റിമീറ്റർ ആയിരിക്കും. വരയ്ക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് അർദ്ധവൃത്തമാണ്, സെമി സർക്കിൾ ആണ് വേണ്ടത്. പറഞ്ഞാൽ സെന്റർ വേണം. ഇപ്പൊ 7 5ഉം 12 സെന്റിമീറ്റർ. അപ്പൊ മധ്യബിന്ദു നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 6 സെന്റിമീറ്റർ അവിടെയാണ്. സപ്പോസ് 5.5 അതൊരു 4 ആണെങ്കിൽ മധ്യബിന്ദു കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ലംബ സമവാചി പെർപെൻഡിക്കുലർ ബൈസെക്ഷൻ കോമ്പസ് വെച്ച് വരയ്ക്കാം. ഒരു എണ്ണിൽ വെക്കുന്നു, ചാപം അപ്പുറത്ത് വെച്ച് ഇതേപോലെ ചാപം. ഇപ്പൊ യോജിപ്പിച്ചാൽ മധ്യബിന്ദുവായി. എങ്കിൽ അത് കേന്ദ്രമാക്കിയിട്ട് ഒരു ശീർഷത്തിലേക്കുള്ള അകലം എടുത്തിട്ട് ഇതേപോലെ സെമി സർക്കിൾ അർദ്ധവൃത്തം നമുക്ക് വരയ്ക്കാം. എന്റെ കൃത്യ അളവുകളല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. നിങ്ങൾ വരച്ച് കോമ്പസ് ഉപയോഗിച്ച് കൃത്യമായി വരച്ചത് കൃത്യമാക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെമി സർക്കിൾ അർദ്ധവൃത്തമായി. ഇനി വേണ്ടതാണ് പെർപെൻഡിക്കുലർ. ഓൾറെഡി അവനെ ലംബമുണ്ട്, അത് വൃത്തത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് നീട്ടി വരച്ചാൽ മതി. അപ്പൊ ഇത് 7ഉം ഇത് 5ഉം ആയതുകൊണ്ട് ഈ ലംബരേഖയിലെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത് ഉറപ്പായും √35 സെന്റിമീറ്റർ ആയിരിക്കും. എങ്കിൽ അതിന് സ്ക്വയർ ആക്കാൻ വളരെ എളുപ്പമാണ്. സ്ക്വയർ സമചതുരം, എല്ലാ വശങ്ങളുടെ നീളവും തുല്യമാണ്. അപ്പൊ ഈ അളവ് ഞാൻ കോമ്പസ് എടുക്കുകയാണ്. √35 അതിനുശേഷം ഇങ്ങോട്ട് ഒരാൾക്ക് ചാപം വരയ്ക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് മുകളിലേക്ക് ഒരു ശാപം. ഇപ്പൊ ഈ അളവ് √35 തന്നെയാണ്. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു ശാപം. ഇപ്പോ ഇത് √35 ഇത് √35 എല്ലാ √35 ആയതുകൊണ്ട് ഇതൊരു സമചതുരം. ഓരോ വശവും √35 ആയതുകൊണ്ട് ഇതിന്റെ പരപ്പളവ് 35 സെന്റിമീറ്റർ സ്ക്വയർ, ഇതിന്റെ പരപ്പളവും 35 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരച്ചു കഴിഞ്ഞു. ആദ്യം ചതുരം വീതി നീട്ടി വരച്ച് സെമി സർക്കിൾ കേന്ദ്രം കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത്. ലംബ സമവാചി വരച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. അതിനുശേഷം അർദ്ധവൃത്തം വരച്ചു. ലംബ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, അത് നീട്ടി വരച്ച് √35 ആക്കി അത് ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുള്ള സമചിത്രം വരച്ചിട്ടുണ്ട്. അപ്പൊ അതുള്ള മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ അവസാനത്തിലും മിക്കവാറും പബ്ലിക് എക്സാമിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് വശങ്ങളിൽ നീളം ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണുള്ളത്. വശങ്ങളിൽ നീളം 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ത്രികോണം ട്രയാങ്കിൾ വരച്ചിട്ട് അതിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കാനാണ് ചോദിച്ചത്. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, സൈഡ്സിലേക്ക് വന്നിട്ടുണ്ട്, അതിന്റെ സെയിം രീതിയിലുള്ള ഒരു സ്ക്വയർ വരയ്ക്കാണ് വേണ്ടത്. അത് എപ്പോഴും ചെയ്യുന്ന പോലെ റെസിപ്പികൾ ത്രികോണമാണ് വരയ്ക്കേണ്ടത്. വശങ്ങൾ 5ഉം 6ഉം 7ഉം. അതിനുശേഷം ഇതിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കണം. ഇതിന് അതിനെ പരപ്പളവ് തുല്യമാണെന്ന് പറഞ്ഞു. ഇവിടെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീണ്ടും ഒരു മാർഗമുണ്ട്, നേരത്തെ ഉപയോഗിച്ചതല്ലേ. അതായത് ഒരു സെമി സർക്കിൾ അർദ്ധവൃത്തം വ്യാസത്തിന് ലംബമായിട്ടൊരു രേഖ. ഇതിന് എ, ഇതിന് ബി, ഇത് സി, ഇത്
ഇത് സി, ഇതിന് പി എന്നൊക്കെ പേര് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ സി പി സ്ക്വയർ എന്ന് പറയുന്നത് എ പി ഇൻറ്റു ബി പി ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, സപ്പോസ് ഇതിന്റെ പാദം ബി എന്നും ഉയരം എച്ച് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതിന്റെ പരപ്പം ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ ഇതിന്റെ എത്ര തന്നെ എടുക്കണം? ഹാഫ് ബി എച്ച് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഒരു സൈഡ് ഒരു വശത്ത് പറയുന്നത് റൂട്ട് ഓഫ് ഹാഫ് ബി എച്ച് എങ്കിൽ റൂട്ട് ഓഫ് ഹാഫ് ബി എച്ച് എങ്ങനെ വരയ്ക്കുന്ന നമുക്കറിയേണ്ടത്. അപ്പൊ അവിടെ ഞാൻ ഒന്ന് ആലോചിക്കുകയും എ പിയുടെ നീളം അതിന്റെ ബേസ് പാതാക്കുകയാണ്, ബി പിയുടെ നീളം ഹൈറ്റിന്റെ ഹാഫ് ഉയരത്തിന്റെ പകുതി ആക്കുകയാണ്. ഉയരത്തിന്റെ പകുതി എങ്ങനെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടാ? അങ്ങനെയാണെങ്കിൽ ഈ സി പിയുടെ നീളം ഉറപ്പായും റൂട്ട് ഓഫ് ഹാഫ് ബി എച്ച് ആയിരിക്കും. ഇതാണ് ശരിക്കും ആശയം. പക്ഷേ ഇതൊന്നും ഓർത്ത് വെക്കണ്ട, വരയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ അത് മനസ്സിൽ പറയും, ഒരിക്കലും വേണ്ട. എങ്കിൽ വരച്ചു തുടങ്ങാം. ആദ്യം ത്രികോണമാണ്, പശകളിൽ നിന്ന് 5, 6, 7 ആണ്. അപ്പോൾ 7 വശം വേണമെങ്കിൽ ആദ്യം വരയ്ക്കാം. ഞാൻ ആദ്യത്തെ തന്നെ വരയ്ക്കുകയാണ്. സ്കെയിൽ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ നീളത്തിൽ ആദ്യത്തെ വശം. മറ്റു 2 വശങ്ങൾ പെട്ടെന്ന് വരയ്ക്കാൻ അറിയില്ല, അല്ലെ പെട്ടെന്ന് വരയ്ക്കാൻ നമുക്ക് കഴിയില്ല. കോമ്പസ് 6 രണ്ടാമത്തെ വശം. കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുക്കുന്നു, ഒരറ്റത്ത് വെക്കുന്നു, ചാപം വരയ്ക്കുകയാണ്. മറ്റേ വശം 7 സെന്റിമീറ്റർ ആണ്, സെക്കൻഡ് എൻഡിൽ വെക്കുന്നു, ഇതേപോലെ ആർക്ക് വരയ്ക്കുകയാണ്. ഇപ്പോ ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇതിപ്പോ 7 സെന്റിമീറ്റർ ആണ്. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ ത്രികോണാണ്. ഇനി ഇതിന് തുല്യ പരപ്പളവുള്ള എന്ത് വരയ്ക്കണം? സാധ്യത വരയ്ക്കണം. എങ്കിൽ അവിടെ ആദ്യം ബേസ്, അതിന്റെ കൂടെ ഹൈറ്റിന്റെ ഹാഫ് എക്സ്റ്റെൻഡ് ചെയ്യണം. ആ ത്രികോണത്തിന്റെ പാദത്തിനോട് കൂടി ഉയരത്തിന്റെ പകുതി നീട്ടി വരയ്ക്കണം. എന്താ പാദം? ഉയരമില്ല. ഉയരം എങ്ങനെ വരയ്ക്കണം? ഉയരം അറിയോ? ഇത് കോമസ് അല്ല, സെറ്റ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക, നമ്മുടെ മട്ടാണെന്ന് വിചാരിക്കുക. അപ്പോ സെറ്റ് സ്ക്വയറിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ ഉയരം വരയ്ക്കാം. പാദത്തിൽ കൃത്യമായി വെച്ച് ആ ശീർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് ലംബം വരയ്ക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അധ്യാപകര് കോമ്പസ് ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഒന്നും മുകളിലത്തെ ശീർഷത്തില് കോമ്പസ് ഇതേപോലെ വെക്കുക. എന്നിട്ട് പാദത്തേക്കാൾ കുറച്ച് കൂടുതൽ ലെങ്ത് എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടൊരു ശാപം, അതേപോലെ ഇങ്ങോട്ടൊരു ശാപം വരയ്ക്കുക. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഈ അളവിന്റെ പകുതി കൂടുതൽ എടുത്തിട്ട് ഇതേപോലെ ശാപം വരയ്ക്കുക. കോമ്പസിൽ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. സെറ്റ് സ്ക്വയർ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഒബ്റ്റ്യൂസ് ആംഗിളിൽ ത്രികോണത്തിൽ വരുന്ന സമയത്ത് നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സെറ്റ് സ്ക്വയറിന്റെ സഹായത്തില്ല. സെറ്റ് സ്ക്വയറിന്റെ സഹായത്തോടു കൂടി ഞാൻ ഉയരം വരച്ചിട്ടുണ്ട്, ഹൈറ്റ്. എങ്കിൽ നമുക്ക് ഉയരമല്ല, ഉയരത്തിന്റെ പാതി അറിയുന്നത്, പകുതി. എങ്ങനെ വരയ്ക്കും? ആ ഉയരത്തിന്റെ പകുതി, ഉയരം പാദത്തിൽ വരുമ്പോൾ ഉയരത്തിന്റെ പകുതി ലംബ സമവാക്യം വരച്ചാൽ പോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒരെൻഡിൽ വെക്കുന്നു, മോർ ദാൻ ഹാഫ്, പകുതി കൂടുതൽ. ശാപം ശാപം അപ്പുറത്ത് വെച്ച് ഇതേപോലെ ശാപം ശാപം. ഇപ്പൊ ഇത് നമ്മൾ യോജിപ്പിച്ചാൽ അത് ഉയരത്തിന്റെ ലംബ സമവാക്യം. അപ്പോ ഇത് ഉറപ്പായും ഉയരത്തിന്റെ പകുതിയായിരുന്നു. അതായത് ഉയരം വരച്ചതും ഉയരത്തിന്റെ പകുതി കണ്ടുപിടിച്ചതും, ഉയരത്തിന്റെ പകുതിയാണ് ആവശ്യം, പകുതി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്കിൽ ആ ത്രികോണത്തിന്റെ പാദത്തിന്റെ കൂടെ ഉയരത്തിന്റെ പകുതി കിട്ടി വരയ്ക്കണം. പാദത്തിന്റെ കൂടെ ഉയരത്തിന്റെ പകുതി പാദം നിൽക്കാം. ഉയരത്തിന്റെ പകുതി ഇതാ അതെന്താ ഇതിന്റെ കൂടെ കിട്ടി വരയ്ക്കണം, ഹാഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ആവശ്യം ആ സെമി സർക്കിൾ അർദ്ധവൃത്തമാണ്. കേന്ദ്രം കണ്ടുപിടിക്കാൻ നമുക്കറിയാം പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ഇത്രയും ലെങ്ത്തിന്റെ ലംബ സമവാക്യം വരച്ചാൽ മതി. കുറെ നേരം ലംബ സമവാക്യം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇതേപോലെ ചാവുന്ന ആർച്ച് വരച്ചിട്ട് എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. സെന്റർ കേന്ദ്രം കിട്ടി. ഇത് കേന്ദ്രമാകുന്ന രീതിയിൽ സെമി സർക്കിൾ അർദ്ധവൃത്തം വരയ്ക്കുന്നു. ഞാൻ പെർപെൻഡിക്കുലർ കൂടി വന്നു. അപ്പോൾ നിങ്ങൾ പ്രൊട്ടാക്ടറിന്റെ സഹായത്തോടു കൂടി പ്രൊട്ടാക്ടർ വയ്ക്കുന്നു, 90 ഡിഗ്രി കോണർ വളരെപ്പെടുത്തുന്നു, ആ ലംബം വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് പാദമാണ്, ഇത് ഉയരത്തിന്റെ പകുതി. ഉറപ്പായാലും ഇത് റൂട്ട് ഓഫ് ഹാഫ് ബി എക്സ് ആയിരിക്കും. റൂട്ട് ഓഫ് ഹാഫ് ബി എക്സ് ആയിരിക്കും. ഇനി സമചതുരം വരയ്ക്കാൻ നേരത്തെ ചെയ്യും. ഈ അളവ് കോമ്പസ് എടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ടൊരു ശാപം ഇവിടെ വെച്ചിട്ട് മുകളിലേക്ക് ഒരു ശാപം ഇവിടെ വെച്ചിട്ട് ആ സൈഡിലേക്ക് ഇതേപോലെ ആക്കി വരയ്ക്കുക. അത് നമ്മൾ ജോയിൻ ചെയ്താൽ നമ്മളോട് ആവശ്യപ്പെട്ട എന്തായി? സമചതുരമായി അതിന്റെ പരപ്പളവ് ഹാഫ് ബി എച്ച്, ത്രികോണത്തിന്റെ പരപ്പളവ് ഹാഫ് ബി എച്ച്.
എളുപ്പമല്ലേ? ചില കാര്യങ്ങൾ ത്രികോണം ഉയരം വരച്ച് പാതികൾ നിർമ്മിച്ച് ലംബസമിതി വരച്ചിട്ട കൊടുക്കുക. അതിനുശേഷം ഉയരത്തിന്റെ പകുതി പാദത്തിന്റെ കൂടെ നീട്ടി വരച്ച് പിന്നെയോ അർദ്ധവൃത്തം കേന്ദ്രം കണ്ടുപിടിക്കാനുള്ളത് ഈ ലംബസമിതി വരച്ചത്. അതിനൊരു കാര്യം ചെയ്യണം. ഈ ലംബസമിതി വരയ്ക്കുമ്പോഴേ ഡോട്ട് ലൈൻ ഉപയോഗിച്ച് വരച്ച കാര്യങ്ങളൊക്കെ അവരൊക്കെ മാറും. അപ്പോൾ എന്ത് ചെയ്യണം? ലംബസമിതി വരയ്ക്കുമ്പോൾ ഡോട്ട് ലൈൻ ഉപയോഗിച്ച് വരച്ചു വലിയ ഗുണമൊന്നുമില്ല. കാണുമ്പോൾ ഒക്കെ കൂടി കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഡോട്ട് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കണതാണ് നല്ലത്. അപ്പോൾ മധ്യബിന്ദുവായി അതിനുശേഷം സെമി സർക്കിൾ അർദ്ധവൃത്തം വരച്ചു, ലംബം ട്രാക്ടറിന്റെ സഹായത്തോടു കൂടി വരച്ചു. ആ ലംബരേഖ ഉപയോഗിച്ച് കോമ്പസിന്റെ സഹായത്തോടു കൂടി സമചിത്രം വരച്ചു. ഒരു സംശയം വേണ്ട, ഈ ത്രികോണത്തിന്റെ അതേ പരപ്പളവിനെയായിരിക്കും ഈ സമചിത്രത്തിൽ ഉണ്ടാവുക. ഈ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ തന്നെയാണ് ഇതിന് ആ സമചിത്രത്തിൽ സ്ക്വയർ ഉണ്ടാവുക. 4 മാർക്ക്. അപ്പോൾ ഏതാ ചോദിക്കാന്ന് പറയില്ല, ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കുക. നല്ല ചൂടുണ്ടല്ലേ? എന്നാൽ അതിന് ചൂടുണ്ടാ പോട്ടെ, ഞങ്ങൾ നല്ല ചൂട്. ഇത് മലപ്പുറമാണ്, നമുക്കറിയോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി തൊടുവരകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ 2 ഉള്ളൂ നമുക്ക്. അതിലൊന്ന് അന്തർവൃത്തം പരീക്ഷിക്കുന്നുണ്ടാവും. രണ്ടാമത്തേത് ഒരു സമചതുരത്തിന് തുല്യ പരപ്പളവുള്ള ചതുര, ഒരു സ്ക്വയറിന്റെ സേവിയുള്ള റെക്ടാങ്കിൾ. അത് 2 കൂടി മാർക്ക് ചെയ്തു. ഏതെങ്കിലും കണ്ടെന്ന് ചോദിച്ചു 8 മാർക്ക് നിങ്ങൾ നമുക്ക് വേണം മാക്സിമം. അങ്ങനെയാണെങ്കിൽ തൊടുവരകളിൽ അപ്പോൾ തൊടുവരകളിൽ കുറച്ച് വരയ്ക്കാനും കൂടി ഉണ്ട്. ഒരു ബാഹ്യബിന്ദു തൊടുവര വരയ്ക്കാനുണ്ട്, വൃത്തത്തെ തൊടുന്ന രീതിയിൽ വരയ്ക്കാൻ, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന അന്തർവൃത്തം, പിന്നെ സമചതുരത്തിന് തുല്യ പരപ്പളവുള്ള ഒരു ചതുരം. ഇത്രയും കൂടി ഉണ്ട്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഇതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ ഒറ്റ കുറച്ച് ബുദ്ധിമുട്ട് വരുള്ളൂ. അതായത് ആ സമചതുരത്തിന് തുല്യ പരപ്പളവുള്ള ചതുരം സ്ക്വയറിന്റെ സേവിയുള്ള റെക്ടാങ്കിൾ വരയ്ക്കുന്ന ചെറിയൊരു ഡിഫിക്കൽട്ടി കൊടുക്കണം. ബാക്കി കൂടുതൽ ആദ്യത്തെ 3 സെന്റിമീറ്റർ ആഴമുള്ള ഒരു വൃത്തം അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദു അടയാളപ്പെടുത്തി ആ ബിന്ദുവിൽ നിന്ന് തൊടുവരകൾ വരയ്ക്കുകയാണ് ചോദിച്ചത്. സർക്കിൾ വരയ്ക്കണം. 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ളത്, 3 സെന്റിമീറ്റർ ആഴമുള്ളത്, സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ അടിയിൽ പോയിന്റ് മാർക്ക് ചെയ്യണം. അവിടെ ടാൻജൻസ് വരയ്ക്കണം. ഇത് നമ്മുടെ മോഡൽ എക്സാം ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാ? നമ്മളെ മോഡൽ എക്സാമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സംഭവം 3 മാർക്കൊക്കെയാണ്. എനിക്കവിടെ ചോദിക്കില്ല, വളരെ എളുപ്പമാണ്. അത് ചോദിച്ചാൽ എക്സാമിൻ്റെ വാല്യൂ പോയി എന്ന് പറയുന്നില്ല. ഒക്കെ എളുപ്പമുള്ള ചോദ്യം കൊടുത്തിട്ട് എല്ലാവരും ജയിപ്പിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ എടുക്കുന്നതൊക്കെ അടുത്ത ഇഷ്യൂ വരും. അപ്പോൾ വളരെ എളുപ്പമാണ്. ആദ്യം 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. സെന്ററിൽ കേന്ദ്രത്തിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ബിന്ദു അടയാളപ്പെടുത്തി, അല്ലേ? 7 സെന്റിമീറ്റർ പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി ഇവിടുത്തെ ടാൻജൻസ് വരയ്ക്കും. പലരും മോഡൽ എക്സാമിന് ചുമ്മാ അങ്ങനെ വരയ്ക്കും. പരീക്ഷയ്ക്ക് 3 മാർക്കിന്റെ ചോദ്യമാണ്, ടീച്ചർ 2 മാർക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ടീച്ചർ പറയും ഒരു വര അവിടെ കാണാനില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് തൊടുവര നേരിട്ട് വരച്ച മിക്കവാറും ശരിയാവുന്ന സാധ്യത കുറവാണ്. അപ്പോൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? ഈ കേന്ദ്രവും ബാഹ്യ ബിന്ദുവും തമ്മിൽ യോജിപ്പിച്ച ഈ രേഖയിൽ 7 സെന്റിമീറ്റർ പോയിന്റ് കഴിഞ്ഞില്ലേ, ഇതിന്റെ പെർപെൻഡിക്കുലർ വശത്ത് വരച്ച് ഇത് ഡയമീറ്റർ ആകുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കും. ഇത് വ്യാസമാകുന്ന രീതിയിൽ ഒരു വൃത്തം വരയ്ക്കാൻ ലംബസമവാചി വരച്ച് മധ്യബിന്ദു കണ്ടുപിടിച്ച് അത് വ്യാസമാകുന്ന രീതിയിൽ ഇതേപോലെ വൃത്തം വരയ്ക്കും. എന്നിട്ട് ഇപ്പോൾ ഈ 2 ബിന്ദുക്കളിലേക്കും ഇതേപോലെ ബാഹ്യ ബിന്ദുവിൽ നിന്ന് വരകൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഉറപ്പായും ടാൻജൻസ് ആയിരിക്കും, തൊടുവരകളായിരിക്കും. അത് 2 നിന്ന് തുല്യമായിരിക്കും. നിങ്ങൾ നിഷ്പതി നോക്കുക, ചുമ്മാ വരയ്ക്കുന്ന സമയത്തെ 2 നിന്ന് തുല്യമാവുന്ന സാധ്യത കുറച്ച് കുറവാണ്. ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ഒരിക്കലും തെറ്റില്ല, 3 മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാണ് എളുപ്പമാണ് അല്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കുറിച്ച് പറഞ്ഞത് മാത്രം. എങ്കിൽ അടുത്തത് കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി ആയിട്ടുള്ള ഒരു ത്രികോണം 3 സെന്റിമീറ്റർ ആഴമുള്ള വൃത്തത്തെ തൊടുന്ന രീതിയിൽ വരയ്ക്കുക. നമ്മൾ നേരത്തെ വരച്ചത് വൃത്തത്തിൽ ആകുന്ന രീതിയിലാണ് വരച്ചത്, ഇത് തൊടുന്ന രീതിയിൽ വരയ്ക്കണം. അതായത് ആംഗിൾസ് 50 ഡിഗ്രി 60 ഡിഗ്രി 70 ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം. നോക്കാം. അതായത് ഒരു ത്രികോണം ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വശങ്ങൾ നമ്മൾ തന്നിട്ടില്ല. നേരത്തെ പോലെ തന്നെ കോണുകളാണ് തന്നിട്ടുള്ളത് 50, 60, അതേപോലെ തന്നെ 70.
ഇത് ചുമ്മാ വരയ്ക്കാനല്ല, 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തെ തൊടുന്ന രീതിയിൽ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിനെ ഇതേപോലെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാനാണ് പറയുന്നത്. ഇങ്ങനെ വരും. വശങ്ങളിൽ എന്താ അറിയാത്ത ത്രികോണം വരച്ച് തുടങ്ങാൻ ഒരിക്കലും പറ്റില്ല. ഇതിന് ആരം 3 സെന്റിമീറ്റർ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് വൃത്തം വരച്ചിട്ട് സർക്കിൾ വരച്ചിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. എങ്കിൽ ഉപയോഗിക്കേണ്ട ആശയം എന്താ? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വൃത്തം സർക്കിൾ, അതിലെ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യാം, 2 ബിന്ദുക്കൾ. എന്നിട്ട് ആ 2 ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ, ടാൻജൻസ് വരയ്ക്കുന്നുണ്ട്, റേഡിയസ് ആരങ്ങളും വരയ്ക്കുന്നുണ്ട്. എങ്കിൽ ഈ തൊടുവരകൾ തമ്മിലുള്ള ഈ കോണും ആരങ്ങൾ തമ്മിലുള്ള ഈ കോണമെന്നുള്ള ബന്ധം അറിയാലോ അല്ലെ? എന്താണ്? ഇത് രണ്ടും അനുകൂലകം, സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. ടാൻജൻസ് വരച്ചിട്ടുണ്ട്, റേഡിയസ് വരച്ചിട്ടുണ്ട്. റേഡിയസുകൾ തമ്മിലുള്ള ഈ ആംഗിളും ടാൻജൻസുകൾ തമ്മിലുള്ള ഈ ആംഗിളും സപ്ലിമെന്ററി ആംഗിൾസ് എന്നുള്ള കാര്യം, അതിന്റെ തുക 180 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ ഇത് 60 ആവുമ്പോൾ ഇത് എത്രയോ? 180 - 60, 180 - 60, 120 ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ അത് 130 ആയിരിക്കും. ഈ ആശയം അറിഞ്ഞൂടെ? അറിയാമെങ്കിൽ അവിടെ നോക്കുക. ഇവിടെ ഈ കോൺ 50 ആണ്. ഈ 2 ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ വരച്ചിട്ട് കിട്ടിയ കോണളവാണത്. അപ്പോ ആരങ്ങൾ തമ്മിലുള്ള ഈ കോണ് 50 ഡിഗ്രി ആയിരിക്കും. സോറി, സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. 180 - 50, 130 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോണളവ് 120 ഡിഗ്രി. ഇത് 70 ഡിഗ്രി ആയതുകൊണ്ട് ഇത് അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ 180 - 70 എത്രയാണ്? 110 എന്ന്. കുറെ സർക്കിൾ വരച്ച് സെന്ററിൽ ഉണ്ടാക്കിയിട്ട് തൊടുവരകൾ വരയ്ക്കും. ഇത്രയേ ഉള്ളൂ. വരയ്ക്കാം. വരയ്ക്കാം. ഏതായാലും ത്രികോണം നമുക്ക് വരയ്ക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയാം. വൃത്തം വരച്ച് തുടങ്ങാം. വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 സെന്റിമീറ്റർ റേഡിയസിൽ ആ സർക്കിൾ വരയ്ക്കാം. 3 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം കേന്ദ്രത്തിൽ അതേപോലെ കോണുകൾ ഉണ്ടാക്കണം, സെന്ററിൽ അതേപോലെ ആംഗിൾസ് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു റേഡിയസ് വരയ്ക്കാം. ഉണ്ടാക്കേണ്ടത് 130, 110 ആൻഡ് 120 ആണ്. പ്രൊട്ടാക്ടറിന്റെ സഹായത്തോടു കൂടി 130 ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം 110 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. 110. ബാക്കി അളക്കേണ്ട ആവശ്യമില്ല. അത് ഉറപ്പായാലും എത്രയായിരിക്കും? 120 ഡിഗ്രി. ചിത്രത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ഇത് 130 ആണ്, ഇത് 110, therefore ഇത് 120 ഡിഗ്രി ആണ്. ഇവിടെ കേട്ടില്ല, ടച്ച് ചെയ്യുന്ന രീതിയിലല്ലേ ടാൻജന്റ് വരച്ച് തൊടുവര വരച്ചാൽ മതി. എങ്ങനെ തൊടുവര വരയ്ക്കുക? ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റും. കാരണം ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള ആരത്തിന് ലംബമാണ്. ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ആ പോയിന്റിലൂടെയുള്ള റേഡിയസിന് പെർപെൻഡിക്കുലർ ആണെന്ന കാര്യം അറിയാം. അപ്പോ പ്രൊട്ടാക്ടറിന്റെ സഹായത്തോടു കൂടി അത് ആ റേഡിയസിൽ വെച്ചിട്ട് 90 ഡിഗ്രി കോണൽ വളയപ്പെടുത്തിയിട്ട് ആ ടാൻജന്റ് വരയ്ക്കാം. അതേപോലെ ഇവിടെ ഞാൻ തൊടുവര വരയ്ക്കുന്നുണ്ട്. 90 ഡിഗ്രി കോണൽ വളയപ്പെടുത്തിയിട്ട് ടാൻജന്റ് തൊടുവര വരയ്ക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഞാൻ തൊടുവര വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സംശയം വേണ്ട, ഈ കോണളവ് 180 ആയതുകൊണ്ട് ഇത് അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ ആണ് 50 ഡിഗ്രി. അതേപോലെ ഇത് 120 ആയതുകൊണ്ട് ഇത് 60 ഡിഗ്രി ആണ്. ഇത് 110 ആയതുകൊണ്ട് ഇത് 70 ഡിഗ്രി ആണ്. മാത്രമല്ല ആ ട്രയാങ്കിൾ ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സർക്കിളിന്റെ റേഡിയസ്, വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ തന്നെയാണ്. ഇത്രയോ ചെയ്തത് 50, 60, 70 തന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ അനുകൂല കോൺ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കി. 150 കുറച്ചപ്പോൾ 130, 110, 120 ഡിഗ്രി കേന്ദ്രത്തിൽ ഉണ്ടാക്കി. എന്നിട്ട് 3 ശീർഷങ്ങളിലൂടെയുള്ള തൊടുവരകൾ വരച്ചപ്പോൾ, ടാൻജൻസ് വരച്ചപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ട ട്രയാങ്കിൾ ആയി. എളുപ്പല്ലേ? 4 മാർക്ക്. ഇതേപോലെ റോംബസ്, സമുദ്ര സാമാന്ത്രികം വരയ്ക്കുന്ന ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപോലെ തന്നെ സമപഞ്ചഭുജം, റെഗുലർ പെൻഡകൾ വരയ്ക്കുന്ന ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് വരയ്ക്കേണ്ട വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ വീഡിയോയുടെ താഴെ സാറിന് കമന്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉറപ്പായി അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ റഫീഖ് വരച്ചാൽ നിങ്ങൾക്കും വരയ്ക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി അഥവാ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പൈസ മാഷോട് വാക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. കുറച്ച് കഷ്ടം, എളുപ്പമാണ്. നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: 4 സെന്റിമീറ്റർ വശമുള്ള സമചതുരം വരയ്ക്കണം, സ്ക്വയർ വരയ്ക്കണം. അതിനുശേഷം അതിന് തുല്യ പരപ്പളവുള്ളതും ഒരു വശം 6 സെന്റിമീറ്റർ ആയിട്ടുള്ള ചതുരം, ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. അതായത് 4 സെന്റിമീറ്റർ സൈസുള്ള
ഒരു സ്ക്വയർ വരയ്ക്കണം, അതിന്റെ സെയിം ഏരിയയുള്ള ഒരു സൈഡ് 6 ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിനെന്താ ആശയം ഉപയോഗിക്കാം? എന്താ ഓർമ്മ? എന്താണ്? അതായത് ഒരു വൃത്തം ബാഹ്യ ബിന്ദുവിൽ നിന്ന് ആ വൃത്തത്തിലേക്ക് ഒരു തൊടുവരയും വരയ്ക്കാം, ഒരു സാധാരണ രേഖയും വരയ്ക്കാം. ബാഹ്യ ബിന്ദുവിന് ഔട്ടർ പോയിന്റ് P എന്ന് പേര് കൊടുക്കാം. ടാൻജന്റ് തൊടുവര തൊടുന്ന ബിന്ദുവിന് A എന്നും ഇതിന് B എന്നും ഇതിന് C എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? PB × PC = PA². PB × PC = PA². സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് സർക്കിൾ ചെയ്ത പോലെ ഇവിടെ പ്രൂവ് ചെയ്ത എക്സ്പ്രഷൻ ആണ്. സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത ഉപയോഗിച്ച് വൃത്തങ്ങളിലേതുപോലെ തൊടുവരകളിൽ നിങ്ങൾ തെളിയിച്ച ഒരു എക്സ്പ്രഷൻ ആണ്. ഉപയോഗിച്ച് മിക്കവാറും ചോദ്യങ്ങളുണ്ടാവും. ഇതും എന്താ സെക്കൻഡ് ഡിഗ്രി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ എക്സ്പ്രഷൻ പഠിച്ചു വെക്കുക. പ്രൂഫ് അടക്കം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പ്രൂഫ് ടെക്സ്റ്റ് ബുക്കിൽ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക. പ്രൂഫും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള സമചതുരത്തിന്റെ ഒരു വശം 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാൻ ചെയ്യും, ഈ ടാൻജന്റിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ ആണ് തൊടുവരയുടെ നീളം. അതിനുശേഷം വരയ്ക്കേണ്ട ചതുരത്തിന്റെ ഒരു വശം 6 സെന്റിമീറ്റർ ആണ്. അപ്പോ നമ്മുടെ കഴിവ് പോലെ ഒന്നില്ലെങ്കിൽ PB അല്ലെങ്കിൽ PC ഏതാണോ കഴിയുന്നത് അതിന് നീളം എത്രയാക്കും? 6 സെന്റിമീറ്റർ ആണ്. ഇത് കോമ്പസിന്റെ സഹായത്തോടു കൂടിയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എങ്കിൽ വരച്ചു പോകാം അല്ലെ? സമചതുരം സ്ക്വയർ ആണ്. ഓരോ വശവും 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് 4 സെന്റിമീറ്ററിൽ ഒരു രേഖ, അതിനുശേഷം 2 അഗ്രങ്ങളിലും ലംബങ്ങൾ വരയ്ക്കുന്നുണ്ട്. അതിന്റെ നീളവും 4 സെന്റിമീറ്റർ തന്നെയാണ് ആകേണ്ടത്. അപ്പോൾ സമചതുരം വരയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് വരച്ച്. അപ്പോ ഇനി കൺസെപ്റ്റ് നോക്കാം. എങ്കിൽ നമുക്ക് 4 സെന്റിമീറ്റർ നീളമുള്ള ഒരു തൊടുവര ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ തൊടുന്ന രീതിയിൽ ഒരു വൃത്തം നമുക്ക് വേണം. അപ്പൊ 4 സെന്റിമീറ്റർ നീളമുള്ള രേഖ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ടാൻജന്റ് ആകുന്ന രീതിയിൽ, തൊടുവര ആകുന്ന രീതിയിൽ ഒരു വൃത്തം വേണം. അപ്പൊ എന്ത് ചെയ്യാം? ഇത് കുറച്ച് നീട്ടി കൊടുക്കുക. അത് എത്ര നിങ്ങൾക്ക് ഒരു 2 2 3 വെച്ചിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് അത് റേഡിയസ് ആകുന്ന രീതിയിൽ, ആരമാകുന്ന രീതിയിൽ ഇതേപോലെ എന്ത് ചെയ്യാം? ഒരു വൃത്തം, ഒരു സർക്കിൾ വരയ്ക്കാം. ഒരു വൃത്തം വരയ്ക്കാം. കാര്യങ്ങളൊക്കെ അതായത് ടാൻജന്റ് ആയി സർക്കിളാണ്. എങ്കിൽ വരയ്ക്കേണ്ട രണ്ടാമത്തെ ചതുരത്തിന്റെ ഒരു വശം 6 സെന്റിമീറ്റർ ആണ്. റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ PB അല്ലെങ്കിൽ PC അത് 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് 6 സെന്റിമീറ്റർ കോമ്പസ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു ചാവ വരയ്ക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം വരയ്ക്കുകയാണെങ്കിൽ ഇത് എത്ര അറിയില്ല. ഇത് ഉറപ്പായും 6 സെന്റിമീറ്റർ ആണ്. മാത്രമല്ല ഈ അളവും 6 തമ്മിൽ ഗുണിച്ചാൽ 4 സ്ക്വയർ. നേരത്തെ പറഞ്ഞു PB × PC = PA² എന്ന് പറഞ്ഞു. ഈ സമചതുരത്തിന്റെ സ്ക്വയറിന്റെ ഏരിയ 14 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോ ഇതിന്റെയും ഗുണനഫലം, ഈ അകലത്തിന്റെയും ഈ 6ന്റെയും ഗുണനഫലം ഉറപ്പായും അത് 16 ആയിരിക്കില്ലേ? അപ്പോ ഇത് വീതിയാകുന്ന രീതിയിൽ, ഇത് നീളമാകുന്ന രീതിയിൽ എന്ത് വരച്ചാൽ മതി? നമുക്ക് ചതുരം വരച്ചാൽ മതി. എങ്ങനെയാണ്? ചതുരത്തിന്റെ കൂടുതൽ എത്രയാണ്? 90. അപ്പൊ ഇത് വീതിയാണ്. അപ്പോ ഇവിടെ പ്രൊട്ടാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി കോണർ വടയപ്പെടുത്തിയിട്ട് ലംബം വരയ്ക്കുന്നുണ്ട്. ഇവിടെയും 90 ഡിഗ്രി കോണർ വടയപ്പെടുത്തിയിട്ട് ലംബം വരയ്ക്കുന്നുണ്ട്. അപ്പോ നീളം 6 സെന്റിമീറ്റർ ആണ്. അപ്പോ 6 സെന്റിമീറ്റർ അളവ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടൊരു ശാപം വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു ശാപം വരയ്ക്കുക. അത് തമ്മിൽ യോജിപ്പിക്കുക. നമ്മളോട് ആവശ്യപ്പെട്ട ചതുരായി ഇതാണ്. ഇത് എത്ര അറിയില്ല. പക്ഷെ ഈ അളവ് തമ്മിൽ കുറിച്ചാൽ ഉറപ്പായും 4 സ്ക്വയർ 16 ആണ്. അതായത് ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ള ആ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഈ സമചതുരത്തിന് തുല്യ പരപ്പളവുള്ള ചതുരം നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞു, വരച്ചു. ആ സ്ക്വയറിന്റെ സെയിം ഏരിയയുള്ള റെക്ടാങ്കിൾ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞു. ഒരു സൈഡ് 6 ആണ്, 6 സെന്റിമീറ്റർ ആണ് ഒരു വശം. വരച്ചു. ചെയ്ത കാര്യം ആദ്യം സമചതുരമാണ് വരച്ചത്. അതിലൊരു വശം തൊടുവരയാകുന്ന രീതിയിൽ, ടാൻജന്റ് ആകുന്ന രീതിയിൽ സർക്കിൾ വരച്ചു. വരയ്ക്കേണ്ട രണ്ടാമത്തെ
ഒരു ചതുരമാണ്. അതിന്റെ ഒരു വശം 6 സെന്റിമീറ്റർ എന്നാ പറയുന്നത്. കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് വരച്ച് അത് നമ്മൾ യോജിപ്പിച്ചു. ഇപ്പോ ഇത് എത്രയാണെന്നറിയില്ല. ഇത് മൊത്തം 6. ഇതിന്റെയും മൊത്തം അളവിന്റെയും ഗുണനഫലം 4 × 16. എന്നിട്ട് ഇതിന്റെ വീതിയും നീളമാവുന്ന രീതിയിൽ 6 സെന്റിമീറ്റർ നീളമാവുന്ന രീതിയിൽ ഞാൻ വരച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് മുന്നിലേക്ക് പോയിട്ട് ഒന്നുകൂടി കാണാൻ, അതിനുശേഷം മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കാൻ പറ്റും. എന്നേക്കാൾ സിമ്പിളായിട്ട് ഞാനും പറഞ്ഞിരുന്നാണ് തോന്നുന്നത്. അപ്പോൾ 4 മാർക്കായി ഒറ്റ അല്ലേ. അന്തർവൃത്തം ഇൻസർക്കിൾ ഏറ്റവും എളുപ്പം. അത് ഒരിക്കലും കിട്ടില്ല. പക്ഷെ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ടാൻജന്റ് സർക്കിളിൽ ട്രയാങ്കിളിനെ ടച്ച് ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പൊ അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാം. അന്തർവൃത്തം ഇൻസർക്കിൾ ചോദ്യമാണ്. ഒരു വശം 6 സെന്റിമീറ്ററും അതിന്മേലുള്ള കോണുകൾ 50 ഡിഗ്രിയും 60 ഡിഗ്രി ആയിട്ടുള്ള ഒരു ത്രികോണം വരയ്ക്കണം. അതിനുശേഷം അന്തർവൃത്തം വരയ്ക്കണം. അതായത് ഒരു സൈഡ് 6 സെന്റിമീറ്റർ, ആ സൈഡിലുള്ള ആംഗിൾസ് 50 ഡിഗ്രി 60 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കണം. അതിനുശേഷം അതിന്റെ ഇൻസർക്കിൾ വരയ്ക്കണം. വരയ്ക്കല്ലേ? ആദ്യം ഒരു വശം 6 സെന്റിമീറ്റർ അറിയാവുന്ന ആ വശം മാത്രമാണ്. അപ്പൊ 6 സെന്റിമീറ്റർ നീളത്തിൽ ആ വശം വരയ്ക്കണം. അതിന്മേലുള്ള കോണുകൾ 50 എന്നും 60 എന്നും പറഞ്ഞത്. അപ്പോ പ്രൊട്ടാക്ടറിന്റെ സഹായത്തോടു കൂടി ആദ്യം 50 ഡിഗ്രി, അതിനുശേഷം അപ്പുറത്ത് 60 ഡിഗ്രി ത്രികോണം. ഇതിപ്പോ 50 ഡിഗ്രി ആണ്, ഇതിപ്പോ 60 ഡിഗ്രി ആണ്. ഇതിന് അന്തർവൃത്തം വരയ്ക്കുന്നത്. അന്തർവൃത്തം നേരത്തെ പരിവൃത്തം വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് അന്തർവൃത്തം, അതായത് എല്ലാ വശങ്ങളെയും തൊടുന്ന രീതിയിൽ വരയ്ക്കണം. അപ്പോ അതിന്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് കോണുകളുടെ സമവാചി ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. എങ്ങനെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാം? അല്ലേ? കോമ്പസിന്റെ സഹായത്തോടു കൂടി. ഇനി ഇതേപോലുള്ള കൃത്യ അളവുകളാണെങ്കിൽ എന്ത് ചെയ്യാം? പൊട്ടാറ്റോ കൊണ്ടും ആംഗിൾ ബൈസെക്ടർ കോണിന്റെ സമവാചി വരയ്ക്കാം. പക്ഷേ ഞാനിപ്പോൾ പറയാനുള്ള കോമ്പസ് വെച്ച് വരയ്ക്കാനാണ്. അത് അത്ര പെട്ടെന്ന് തെറ്റില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇപ്പോ 50 ഡിഗ്രി കോണകളുടെ സമവാചി വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രത്തിൽ കോമ്പസ് വയ്ക്കുകയാണ്. ഇഷ്ടമുള്ള അളവ്. എന്നിട്ട് 2 വശങ്ങളിലേക്ക് ഓരോ ചാപങ്ങൾ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു ചാപം, ഇവിടെ വെച്ചിട്ട് പ്രതികൂല ചാപം. ഇപ്പൊ ഈ ശീർഷവും ചാപങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയ ഇതും തമ്മിൽ യോജിപ്പിച്ചാൽ അത് ആ കോണളവിൽ എന്തായി? സമവാചി. അതേപോലെ ഇവിടെ എവിടെ കേന്ദ്രമുണ്ട്. അപ്പോ അതിന്റെ എന്ത് ഇൻസെന്റർ അന്തർവൃത്തത്തിന്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കോണിന്റെ കൂടി എന്ത് വരയ്ക്കേണ്ടി വരും? ബൈസെക്ടർ വരയ്ക്കേണ്ടി വരും. അതാ 60 ഡിഗ്രിയുടെ വരയ്ക്കുന്നത്. ആ ടെക്സ്റ്റ് കോമ്പസ് വയ്ക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് 2 സൈഡിലേക്ക് ഇതേപോലെ ആർസ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരാൾക്ക്, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരാൾക്ക്. അത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമ്മുടെ രണ്ടാമത്തെ ആംഗിൾ ബൈസെക്ടർ ആകും. ആ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്താൽ ഇതാണ് അതിന്റെ ഇൻ സെന്റർ എന്ന് പറയുന്നത്. അന്തർവൃത്ത കേന്ദ്രം എന്ന് പറയുന്നത് ഈ ബിന്ദുവാണ്. എന്നിട്ട് ഇവിടുന്ന് ഒരു വശത്തേക്കുള്ള അകലം എടുത്തിട്ട് എന്ത് ചെയ്യാം? ഒരു വൃത്താംഗം വരയ്ക്കും. അപ്പോ ഇത്രയും. ഇനി ചിലപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുന്നറിയോ? തൊടാതെ. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം പെൻസിൽ ഉപയോഗിച്ചിട്ട് കട്ടിക്ക് വരയ്ക്കാതെ ഇങ്ങനെ തെറ്റാണെങ്കിൽ മായ്ച്ചിട്ട് എന്ത് ചെയ്യാം? അത് ബാക്കി ശരിയാക്കപ്പെടുന്ന കുറെ സമയം പോകും. അപ്പൊ എന്ത് ചെയ്യാം? ഇത് കുറച്ച് മായ്ക്കുക. തെറ്റാണെങ്കിൽ മാത്രം തെറ്റാതിരിക്കണമെന്ന് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? താഴേക്ക് ഇങ്ങനെ വരച്ചിട്ട് കട്ടിക്കുക. അപ്പോ ഒരുവിധ ആൾക്കാർക്കൊന്നും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഞാൻ ഇന്ന് ഫുൾ മാർക്ക് നേടാം. 5 മാർക്ക്. എപ്പോഴും വീടല്ല വരച്ച് എക്സ്പീരിയൻസ് കിട്ടിയാതെ ഒരിക്കലും തെറ്റില്ല. പക്ഷെ എല്ലാ മണിയന്മാരുണ്ടാവും. ഇത് എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്യാതിരിക്കും. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും തെറ്റില്ല. പ്രാക്ടീസ് ചെയ്താൽ എന്ത് ഉറപ്പായാലും നല്ല രീതിയിൽ കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശരീരത്തെ കുറുക്കുവഴിയിലൂടെ എന്ത് ചെയ്യാം? ഇത്തരത്തിലേക്ക് പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വരക്കില്. എല്ലാം ആയി. അപ്പോൾ പരീക്ഷയൊക്കെ ആയി തുടങ്ങി. നമ്മൾ പഠിക്കുക. അപ്പോൾ ഇനിയും ക്ലാസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നു വേണ്ട. ഒരുവിധ എല്ലാ പാഠഭാഗങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് എനിക്ക് പറയണമെന്നുണ്ട്. അല്ലെങ്കിൽ കാര്യം ചെയ്യാം. നിങ്ങൾ പലരും എന്ത് ചെയ്യാം? കമൻറ്റിലൂടെ എന്ത് ചെയ്യാം? ചോദ്യം ചോദിക്കും. ഞാൻ അത് ആൻസർ ചെയ്യാം. അതിലെ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ വളരെ സംസാരിക്കും. ഇതാണെങ്കിൽ ഒരു വർഷം മുഴുവൻ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങളാവുമ്പോൾ പലവർക്കും ഗുണങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം? സംശയം
സംശയങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇതേപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരും. പരീക്ഷയ്ക്ക് എന്തായാലും നല്ലൊരു വിജയത്തിന് ഞാനും ഫൈസൽ സാറിൻ്റെ ടീം തന്നെ നിങ്ങളുടെ ഉണ്ടാവും, പേടിക്കുന്നവരെന്ന. അപ്പോൾ എന്ത് സഹായത്തിനാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഫൈസൽ സാറെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഹായ്. അപ്പോൾ അരുൺ സാറെ ക്ലാസ് കേട്ടല്ലോ. ഇതാണ് നമ്മുടെ അരുൺ സാറെ ക്ലാസ്. ഇനി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിക്വയർമെൻ്റ് ഉള്ളത്, ആവശ്യമുള്ളത്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അരുൺ സാറെ ഇത് പാർട്ട് 1 മാത്രമാണ്. പാർട്ട് 2 നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഏതാണ് ആവശ്യമുള്ളത്, അദ്ദേഹത്തിന് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യണം കേട്ടോ. പഠിക്കട്ടെ നമ്മുടെ മക്കൾ, നമ്മുടെ കേരളത്തിലെ മക്കൾ പഠിക്കട്ടെ, നന്നായി പഠിക്കട്ടെ. കണക്ക് പോലെയുള്ള വിഷയങ്ങളൊക്കെ കിട്ടില്ലനായിട്ട് എക്സാമിനേഷൻ എഴുതി A+ നമുക്ക് മേടിക്കണം, അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് അരുൺ സാറെ പ്രൊവൈഡ് ചെയ്തത് ബ്രെയിനെക്സ് വേങ്ങരയാണ്. ബ്രെയിനെക്സ് വേങ്ങരയ്ക്കുള്ള പ്രത്യേക ഗ്രാറ്റിറ്റ്യൂഡ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ നമ്മുടെ ബെനു എഡ്രിഗൂഡ് അവർ കോളേജാണ്, അവർക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ടാറ്റാ.